എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുമ്പ് ടെലിവിഷൻ ഒരുപാട് കാണാനായിരുന്നു when I was a child, but since I've grown up, I've really stopped watching it. One of the main reasons is that ഇപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമും അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ള പ്രോഗ്രാംസ് വരുന്നില്ല. സംതിങ് ലൈക്ക് ദിസ് റിയലി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. റിയാലിറ്റി ഷോൻ്റെ കോൺസെപ്റ്റ് ഇത്രയും ഹൈപ്പ് ചെയ്തിട്ട് I feel the whole justice of a reality show program has been spoiled. പക്ഷേ ഇങ്ങനെ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നത് is a very interesting idea. അത് മാത്രമല്ലാതെ Kerala has a very strong grassroots level governance, and I'm really looking forward to being a judge in the show. Thank you. കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിർത്തുന്നു. അടാട്, കുറനാട്ടുകര, പുഴയ്ക്കൽ, ചിറ്റിലപ്പള്ളി. നശിച്ചു തുടങ്ങി. ആ നശിച്ചതിന്റെ പേരിൽ ഒരു പൂവ് കൃഷി മാറ്റം ചെയ്തിട്ട് വീണ്ടും രണ്ടും ഇതെല്ലാം കൂടെ വാട്ടം തീർത്ത് രാത്രിക്ക് പുതിയ ആളുകൾ അതിലോട്ട് വരുമോ ഇക്കാര്യത്തിൽ പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രവർത്തന സ്വാഭാവികമായി നമ്മളൊക്കെ മതിയാവും. പിന്നെ ചില സഹായ പഞ്ചായത്ത് 20 ലക്ഷം രൂപയോളം കൃഷിക്കാരൻ സബ്സിഡി ആയിക്കോട്ടെ. നമ്മളേക്കാൾ തൃശ്ശൂർ പട്ടണത്തിന്റെ വികസനം അതിന്റെ ഭാഗമായി നശിച്ചുപോയത് വിലയും ഇതിനേക്കാൾ പ്രധാനമായി മണ്ണെടുക്കാമെന്നാണ്. അത് പഞ്ചായത്ത് ഹൈക്കോടതി വരെ പോയി പൂർണ്ണമായി മണ്ണ് എടുക്കുന്നത് തടയുകയും ചെയ്യും. പിന്നെ ആളുകളെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് 600 നാട്ടുമാവും തേങ്ങും രാമച്ചം 5 ലക്ഷം രാമച്ചമാണ് പിന്നെ ദേശീയ പുറത്തുള്ള ഭാഗത്താണ് പൈലറ്റ് രീതിയിൽ പോകാൻ നട്ടുകഴിഞ്ഞിരിക്കുക. അടുത്ത വർഷം 5 ലക്ഷം പിന്നെ രാമച്ച തൈകളാണ് GS നയം എന്ന് പറയുന്ന 4 മീറ്റർ പിന്നെ വേര് ആണ്ടവരുന്നത് ഇക്കോ ഫോർ ഉണ്ണിക്കണി. അതാണ് ഞങ്ങൾ ആരോഗ്യ സുരക്ഷ എല്ലാ വീടുകളിലും ഈ ഇൻഷുറൻസ് എത്തിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. അത് 2007 റീഇംബേഴ്സ്മെന്റ് സംവിധാനത്തിനാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ മറ്റ് താല്പര്യമുള്ള ആളുകളെ സംഭാവന കളക്ട് ചെയ്തിട്ടാണ് ആദ്യ വർഷം മുന്നോട്ട് പോയത്. 540 പ്രീമിയം. ഇപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് സാധാരണ സൗജന്യമായി അമല ആശുപത്രി ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കും.